ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് രാത്രിയിലത്തെ കുറച്ച് വിശേഷം കണ്ടാലോ. നമ്മളെ മീൻ വാങ്ങാൻ പോയപ്പോഴത്തേക്കും മീൻ നല്ലത് കിട്ടാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചിക്കൻ വാങ്ങാനേ. ചിക്കനും വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ബിരിയാണി അരി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു തട്ടിക്കൂട്ട് നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. ഇതാകുമ്പോഴേ ഫ്രണ്ട്സ് അപ്പം കുട്ടികളും കഴിക്കും. അപ്പം എൻ്റെ പൊടിയാൾക്ക് ഈ ചോറ് ഭയങ്കര ഇഷ്ടമാണ്. ഇതും ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടെങ്കിൽ അവൾ നല്ല രീതിക്ക് ഫുഡ് കഴിക്കും. അപ്പം മൂത്തവൾക്കും ഇതാണ് ഇഷ്ടം. അപ്പം ഞാൻ വിചാരിച്ചു മറ്റേ ചോറെടുത്ത് ഫ്രിഡ്ജിലോട്ടാക്കാമെന്ന്. ഇത് നമ്മൾ ചിക്കൻ വാങ്ങുവാണെങ്കിൽ ചിക്കൻ കറി അജിയും ഉണ്ടാക്കും. ഈ ചോറ് ഉണ്ടാക്കുന്നത് ഞാനാണ് കേട്ടോ. അപ്പം ചോറുണ്ടാക്കുന്ന ജോലി എൻ്റെതും ചിക്കൻ കറി വെക്കുന്ന ജോലി അജിയുടെയാണ്. അപ്പോൾ എൻ്റെ ജോലി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ചിക്കൻ കറിക്കുള്ളതാണ് കേട്ടോ. അപ്പം ചിക്കൻ കറിക്കുള്ള സവാളയൊക്കെ കട്ട് ചെയ്യുവാണ്. അതിൻ്റെ കൂടെ എൻ്റെ പൊടി ആളും കൂടി ഇരിക്കുവാണ് കേട്ടോ. അജി ഉണ്ടല്ലോ ഫ്രണ്ട്, നല്ല രീതിക്ക് നല്ലതുപോലെ ചിക്കൻ കറി ഉണ്ടാക്കും കേട്ടോ. നല്ല ചിക്കൻ കറി ആണെങ്കിലും ബീഫാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് വരട്ടി സൂപ്പറായിട്ട് ഉണ്ടാക്കും കേട്ടോ. ഞാൻ തള്ളണമല്ല, നല്ല രീതിക്ക് സൂപ്പറായിട്ട് ഉണ്ടാക്കും. അപ്പോൾ അജി അതിനുള്ള സവാളൊക്കെ ഇട്ട് എണ്ണ വഴറ്റി എടുക്കുവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് കാണിക്കുവാണ്. പൂച്ച വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ എൻ്റെ പൊടി മോൾക്ക് പൂച്ചേനെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ പൂച്ചേനെയും കണ്ട് അകത്തോട്ട് കയറിയപ്പോഴത്തേക്കും അജി അങ്ങോട്ട് പോയപ്പോൾ ജസ്റ്റ് മാറിയതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് സവാള വഴറ്റി കൊടുത്തതേ ഉള്ളൂ കേട്ടോ, അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ അജി വന്ന് എല്ലാം ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. ചോറൊക്കെ ആയിട്ടുണ്ട്. ബൈ.